മൈക്കൽ ജാക്സന്റെ മൂൺ വാക്ക് ലോകമെമ്പാടും വൈറലായതാണ്. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റിയും. പക്ഷേ ഗ്രാവിറ്റി ചെയ്തത് ഒരു പേറ്റന്റ് എഗ്രിമെന്റിലാണ്. 1983 മെയ് 16 മോട്ടോൺ 25 യെസ്റ്റർഡേ ടുഡേ ഫോറെവർ എന്ന TV ഷോയിലാണ് അദ്ദേഹം ആദ്യമായി പൊതുവേദിയിൽ മൂൺ വാക്ക് അവതരിപ്പിച്ചത്. ബില്ലി ജീൻ പാട്ടിനൊപ്പം അവതരിപ്പിച്ച ആ പ്രകടനം ലോകമെമ്പാടും വൈറലായി. മുന്നോട്ട് നടക്കുന്നത് പോലെ തോന്നുമ്പോഴും ശരീരം പിന്നോട്ട് സ്ലൈഡ് ചെയ്യുന്ന നൃത്തച്ചുവടാണ്. ഇത് അദ്ദേഹം കണ്ടുപിടിച്ചതല്ല. പഴയ സ്ട്രീറ്റ് ഡാൻസേഴ്സിലും മൈം കലാകാരന്മാരിൽ നിന്നാണ് പ്രചോദനം കിട്ടിയത്. പക്ഷേ അത് ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് മൈക്കൽ ജാക്സൺ തന്നെയാണ്. മൈക്കൽ ജാക്സൺ നടത്തിയ ഗ്രാവിറ്റി ഡാൻസിന്റെ വിവാദം പ്രധാനമായിട്ടും 45 ഡിഗ്രി മുന്നോട്ട് ചായൽ സംബന്ധിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടായതെന്ന് വെച്ചാൽ പലരും ഇത് ക്യാമറ ട്രിക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇഫക്റ്റ് ആണെന്ന് ആരോപിച്ചു. ചിലർ ഇത് സ്റ്റേജിൽ വയർ ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞു. മൈക്കൽ ജാക്സന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന മുന്നോട്ട് ചായുന്ന ഡാൻസ് മൂവിനായിട്ട് യഥാർത്ഥത്തിൽ പേറ്റന്റ് എടുത്തിട്ടുണ്ട്. പേറ്റന്റ് എടുത്ത വർഷം 1993 പേറ്റന്റിന്റെ പേര് മെത്തേഡ് ആൻഡ് മീൻസ് ഫോർ ക്രിയേറ്റിംഗ് ആന്റി ഗ്രാവിറ്റി ഇല്യൂഷൻ എന്നായിരുന്നു. പേറ്റന്റ് എന്തിനാണ് എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ക്രിമിനൽ പ്രകടനത്തിലെ 45 ഡിഗ്രി മുന്നോട്ട് ചായുന്ന മൂവ് ലൈവിനായി ചെയ്യാൻ സഹായിക്കുന്ന പ്രത്യേക ഷോ ഹുക്ക് സംവിധാനം സംരക്ഷിക്കാനാണ് പേറ്റന്റ് എടുത്തത്. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ കാര്യമായി എടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് സുരക്ഷിതമായി 45 ഡിഗ്രി ചായൽ സാധ്യമല്ല. ഈ കണ്ടുപിടുത്തം ഡാൻസ് ചരിത്രത്തിലെ അപൂർവമായ ടെക്നിക്കൽ ഇന്നോവേഷനായി കണക്കാക്കപ്പെടുന്നു. ഒരു ഡാൻസ് മൂവിനായി ഔദ്യോഗിക പേറ്റന്റ് എടുത്തത് വളരെ അപൂർവം. 1987 വീഡിയോ എടുക്കുമ്പോൾ ഉപയോഗിച്ചത് ഹിഡൻ വയറിംഗ് ഹാർനസ് ആയിരുന്നു. പക്ഷേ സ്റ്റേജ് ഷോകളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നു പിന്നീട് 1993 പേറ്റന്റ് എടുക്കുന്നത്. മൈക്കൽ ജാക്സന്റെ മൂൺ വാക്ക് ലോകമെമ്പാടും വൈറലായതാണ്. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റിയും. പക്ഷേ ഗ്രാവിറ്റി ഒരു പേറ്റന്റ് എഗ്രിമെന്റ് ആണ്.